ഐ ഹാവ് ദ റൈറ്റ് ബിക്കോസ് ഷീ ഈസ് മൈ പാർട്ട്ണർ. നമ്മളിപ്പോൾ എന്ത് സംഭവിച്ചു അതൊക്കെ അങ്ങനെ രാത്രി കൊണ്ട് തീരണം. ഇത് വീണ്ടും വീണ്ടും ക്ലിഞ്ചിങ്ങിന്. ശരിക്കും ഈ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില റിലേഷൻസിൽ സോറിയും പറയാറില്ല, എന്നാൽ സോറി ബീങ്ങും ആവാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കര ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്കറിയില്ല അയാൾ ഹേർട്ട് ആവുന്നുണ്ട് എന്ന്. ബട്ട് അയാൾക്ക് നമ്മളോടുള്ള അതിയായ ഇഷ്ടം കൊണ്ട് അയാൾ എന്തായിരിക്കും നമ്മളടുത്ത് വീണ്ടും വീണ്ടും ക്ലിഞ്ചിങ്ങിന് വരും. അപ്പോൾ വീണ്ടും 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 ഇങ്ങനെ ഹേർട്ടായിട്ട് ലാസ്റ്റ് ഒരു ഡേ പറയാം സോറി, എന്നാൽ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. സോറി റിസീവ് ചെയ്യുന്ന ആൾക്ക് അയാൾ നമ്മളോട് ക്ഷമിച്ചു എന്ന് നമ്മൾ കരുതിയിട്ട് നമ്മൾ വീണ്ടും അയാളുടെ അടുത്ത് നല്ലപോലെയൊക്കെ നിൽക്കും, എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഡേയിൽ പിന്നെയും പടി കാണിക്കുക. ഇതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും സംഭവിക്കാറ്. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സോറി പറഞ്ഞതുകൊണ്ടോ പറയാത്തത് കൊണ്ടോ അയാൾക്കൊന്നും സംഭവിക്കൂല. നിങ്ങൾ സോറി പറഞ്ഞിട്ട് നിങ്ങളത് റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ അയാൾക്ക് നിങ്ങളോട് ഉള്ള ഇഷ്ടമുണ്ടല്ലോ അതിങ്ങനെ കുന്നോളം കൂടും. കാരണം അയാൾ നിങ്ങൾക്ക് ഫൊഗീവ് ചെയ്തിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ്? അയാൾ ഉള്ളിലുള്ള ഇഷ്ടം കൊണ്ടാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും എപ്പോഴും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുക. ഐ ഹാവ് ദ റൈറ്റ് ബിക്കോസ് ഹി ഈസ് മൈ പാർട്ട്ണർ. നമ്മളിപ്പോൾ എന്ത് സംഭവിച്ചു അതൊക്കെ അങ്ങനെയാണ്, അതൊരു രാത്രി കൊണ്ട് തീരണം. ആ രാത്രി തീർന്ന് പിറ്റേന്ന് രാവിലെയും ഇതുപോലെ തന്നെയായി രാത്രി കൊണ്ട് തീർക്കലല്ല ജീവിതം. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു രാത്രി കൊണ്ട് തീർന്ന പ്രശ്നം പിറ്റേന്ന് രാത്രിയും തീർക്കാൻ പാകത്തിന് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളോട് കുന്നോളം സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം കുറയും നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ. കാരണം ബോഡിയുടെ ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. അത് നമ്മളാരും പറഞ്ഞുണ്ടാക്കണമല്ല, വാക്കുകൊണ്ട് ആ പറയുന്നതും ശരീരമായിട്ട് കാണിക്കുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. പിന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിപ്പൾസീവ് ഫോഴ്സിലേക്ക് പോകും. സോ ടേക്ക് കെയർ വെൻ യു ബീങ് സോറി ടു സംവൺ.